അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുട്ടികളെ, നമുക്കിന്ന് മോട്ടോറിനെ കുറിച്ച് നോക്കാം. മോട്ടോറും ജനറേറ്ററും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ സെയിമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് എ മോട്ടോർ. കൺസ്ട്രക്ഷൻ ഓഫ് മോട്ടോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൺസ്ട്രക്ഷൻ വൈസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്താണോ ജനറേറ്ററിൽ ഞാൻ പഠിപ്പിച്ചത് അത് തന്നെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് മോട്ടോറിലും എഴുതേണ്ടത്. പക്ഷേ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ നല്ല കാര്യമായ ഒരു വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം, ഒരു മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം. പക്ഷേ മോട്ടറിൽ അത് നേരെ തിരിച്ചാണ്, ഒരു മെക്കാനിക്കൽ എനർജിയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കേസിൽ എന്താ പറഞ്ഞത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലാണ് പറഞ്ഞതെങ്കിൽ അവിടെ ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലാണെങ്കിൽ ഇവിടെ അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണ്. ആൻഡ് ദ ഫോഴ്സ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ B/I/L ന്യൂട്ടൺസ്. B into I into L newtons, where B is the flux density, I is the current and L is the length of conductor. ഇനി ഞാൻ എളുപ്പത്തിൽ വർക്കിംഗ് ഓഫ് മോട്ടോർ പറയാം. ഇതിൽ നിങ്ങൾക്കിത് വായിച്ച് നോക്കാനാണ് വലിയ നോട്ട് തരുന്നത്, എന്നാലും എളുപ്പത്തിലുള്ള കാര്യം പറയാം. നിങ്ങൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിപ്പോൾ സർക്കുലർ മോഷനിൽ സിലിണ്ടറിക്കൽ ആക്ഷനിലാണെങ്കിൽ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആയിരിക്കും. ഇത് തന്നെയാണ് മോട്ടോറിൽ സംഭവിക്കുന്നത്. മോട്ടോറിൽ എന്തൊക്കെയുണ്ട്, ഒരു ആർമേച്ചറുണ്ട്, ഒരു ഫീൽഡുണ്ട്. ഫീൽഡിനെ നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ അതെന്തായി മാറും, അതൊരു മാഗ്നറ്റായിട്ട് മാറും. അതിൻ്റെ നടുക്കുള്ള കറങ്ങുന്ന ഷാഫ്റ്റിലിരിക്കുന്ന ആർമേച്ചർ ഒരു ക്ലോസ്ഡ് കണ്ടക്ടറാണ്. എക്സ്റ്റേണൽ ഒരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഒരു മീൻസ് വഴി നിങ്ങളൊരു ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് മാറി. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് എന്താണ് പ്രത്യേകത, വെനെവർ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇവിടുത്തെ കേസിൽ അത് റൊട്ടേഷണൽ ഫോഴ്സാണ്. സോ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ ടോർക്ക്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്കായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് കറങ്ങാൻ തുടങ്ങും. ഏത് കണ്ടക്ടർ, ആർമേച്ചർ കണ്ടക്ടർ. അങ്ങനെ ഇത് റൊട്ടേഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ EMF, ഇൻഡ്യൂസ്ഡ് EMFന് സിമിലർ ആയിട്ടുള്ളൊരു ടേം ഉണ്ട്. അതിൻ്റെ പേരാണ് ബാക്ക് EMF ഇല്ലെങ്കിൽ കൗണ്ടർ EMF. എന്താണ് ബാക്ക് EMF ഇല്ലെങ്കിൽ എന്താണ് കൗണ്ടർ EMF? നമ്മളിങ്ങനെ ആർമേച്ചർ കറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്ഷൻ കാരണം ആർമേച്ചർ ഒരു ഡ്രൈവിംഗ് ടോർക്കിലെ ഇൻഫ്ലുവൻസിൽ കറങ്ങുന്നു. ഈ കറങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊരു EMFും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന EMFൻ്റെ പേരാണ് എന്ത്, ബാക്ക് EMF. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ്, അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസസ് ലോ അനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ടാണ്, ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പേരെന്തായി മാറിയത്, ബാക്ക് EMF ഇല്ലെങ്കിൽ കൗണ്ടർ EMF എന്നായിട്ട് മാറിയത്. അതിൻ്റെ ഫോമുലൊന്നും നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾ എന്താണോ ഫസ്റ്റ് മോഡ്യൂളിൽ ജനറേറ്ററിൻ്റെ ഫോമുല പഠിച്ചത്, ആകെയുള്ള വ്യത്യാസം അവിടെ EG ആയിരുന്നുവെങ്കിൽ ഇവിടെ അതിനെ ബാക്ക് EMF ആയതുകൊണ്ട് EB ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ EB ഇല്ലെങ്കിൽ ബാക്ക് EMF ഓഫ് എ DC മോട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ZNP/60A തന്നെയാണ്, ബാക്കി ഒന്നും മാറ്റണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, കൺസ്ട്രക്ഷൻ ചോദിച്ചാൽ സെയിം ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ വേരിയേഷൻ ഉണ്ട്. ബാക്ക് EMF ചോദിച്ചു കഴിഞ്ഞാൽ EGക്ക് പകരം EB ആക്കിയാൽ മതി. എന്തായി മാറും, നമ്മുടെ ബാക്ക് EMF സെയിം ഫോമുലയാണ്. അപ്പോൾ പുതിയ ഫോമുലയൊന്നും പഠിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു ഷണ്ട് മോട്ടറാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾ സപ്ലൈ കൊടുക്കുന്നു, പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് സപ്ലൈ കൊടുക്കുന്നു. IL എന്ന് കാണിച്ചിരിക്കുന്ന ലോഡ് കറണ്ടാണ്. ആ ലോഡ് കറണ്ട് ആർമേച്ചറിലേക്കും പോകുന്നുണ്ട് IA ആയിട്ട്, ഷണ്ട് ഫീൽഡിലേക്കും പോകുന്നുണ്ട് ISH ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് അക്രോസ് ആർമേച്ചറിന്, അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ബാക്ക് EMF ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നെറ്റ്
നെറ്റ് ആർമേച്ചർ സർക്യൂട്ടിലെ വോൾട്ടേജ്. ഇനി അത് വെച്ചിട്ട് അത് ഡിവൈഡഡ് ബൈ RA ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് IA ഓർ ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ് നമ്മുടെ ബാക്ക് EMFൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞ ഫോർമുല അനുസരിച്ചിട്ട് IA ഈസ് ഈക്വൽ ടു എന്താണ്, വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് മൈനസ് ബാക്ക് EMF ബൈ ആർമേച്ചർ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കണ്ടീഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഈ ബാക്ക് EMFൻ്റെ പ്രത്യേകതകൾ കാരണം അല്ലെങ്കിൽ പ്രസൻസ് കാരണമാണ് DC മോട്ടോർ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് അതിന് ടോർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും എടുക്കേണ്ട, അത് ആർമേച്ചർ കറണ്ട് സഫിഷ്യൻറ്റ് ടു ഡെവലപ്പ് ദ ടോർക്ക് റിക്കോർഡ് ടു ദ ലോഡ്, അല്ലാതെ പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോട്ടോർ ലോഡൊന്നും ഇല്ലാതെ ആണ് കറങ്ങുന്നത്. ഒരു ചെറിയ ടോർക്ക് മാത്രം മതിയാവും എന്തിനെ, ഫ്രിക്ഷനെ അല്ലെങ്കിൽ വിൻറ്റേജ് ലോസിനെ ഓവർകം ചെയ്യാനായിട്ട് ആണല്ലോ. അപ്പോൾ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ആൻഡ് ബാക്ക് EMF എന്ന് പറയുന്നത് സംവാട്ട് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ V മൈനസ് EB എന്ന് പറയുന്ന ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഇഫ് ദ മോട്ടർ ഇസ് സഡൻലി ലോഡഡ്, ആദ്യം എന്ത് പറ്റും, ആർമേച്ചറിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആർമേച്ചർ ഒന്ന് സ്ലോ ആവും പെട്ടെന്ന് ലോഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്ത് പറ്റും, ദ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് പറ്റും, റെഡ്യൂസ്ഡ് ആവും അല്ലേ. നമ്മുടെ ലോഡ് വന്ന് പെട്ടെന്ന് നമ്മളൊരു ലോഡ് ഇടുമ്പോഴത്തേക്ക് മോട്ടറിൻ്റെ സ്പീഡ് കുറയത്തില്ലേ, അത് കാരണം ബാക്ക് EMF കുറയും, ബാക്ക് EMF falls. The decreased back EMF allows a larger current. നിങ്ങൾക്ക് അറിയാമല്ലോ V മൈനസ് EB ബൈ RA ആണ് നമ്മുടെ ആർമേച്ചർ കറണ്ട്. പെട്ടെന്ന് ഈ EB കുറയുന്നത് കാരണം എന്ത് പറ്റും, ലാർജർ കറണ്ട് വേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്, ടോർക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദസ് ഡ്രൈവിംഗ് ടോർക്ക് ഇൻക്രീസസ് ആസ് ദ മോട്ടോർ സ്ലോസ്ലാണ്. നമ്മുടെ മോട്ടോർ സ്ലോ ആവണതിനനുസരിച്ച് ഡ്രൈവിംഗ് ടോർക്ക് ഇൻക്രീസ്ഡ് ആയി, കാരണം ആർമേച്ചർ കറണ്ട് ഇൻക്രീസ്ഡ് ആയി. ഇനി പെട്ടെന്ന് ലോഡ് കുറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആർമേച്ചർ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. ആർമേച്ചർ ആക്സിലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് IA എന്ന് പറയുന്ന കുറയും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, എടുക്കുന്ന ആർമേച്ചർ കറണ്ട് കുറയുന്ന കാരണം ടോർക്കും റെഡ്യൂസ്ഡ് ആവും. ഇങ്ങനെ എന്തൊക്കെ വേരിയേഷൻസ് ലോഡിൽ ഉണ്ടായിക്കഴിഞ്ഞാലും മെഷീന് ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ്ഡ് ആവുന്നത് കൊണ്ടാണ് ഇതിന് സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ പറയുകയാണ്. വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന IA ഈസ് ഈക്വൽ ടു V മൈനസ് EB ബൈ RA, വേർ V ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്, EB ഈസ് ദ ബാക്ക് EMF, RA ഈസ് ദ ആർമേച്ചർ കറണ്ട് ആൻഡ് RA ഈസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് IA ഈസ് ദ ആർമേച്ചർ കറണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പവർ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA എന്നല്ലേ നമ്മൾ പറഞ്ഞ, V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA ആണല്ലോ. അപ്പോൾ അവിടെ എല്ലായിടത്തും ഞാൻ കറണ്ടിനെ കൊണ്ട് മൂന്നിടത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ഇക്വേഷൻസ് ബിക്കം V ഇൻറ്റു IA ഈസ് ഈക്വൽ ടു EB ഇൻറ്റു IA പ്ലസ് IA സ്ക്വയർ RA. ഈ മൂന്ന് പാർട്ടിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് V ഇൻറ്റു IA എന്ന് പറയുന്നത് നമ്മൾ ആർമേച്ചറിന് കൊടുക്കുന്ന സപ്ലൈ, ഇലക്ട്രിക് പവർ സപ്ലൈഡ് ടു ദ ആർമേച്ചർ. അതുപോലെ EB ഇൻറ്റു IA എന്ന് പറയുന്നത് പവർ ഡെവലപ്ഡ് ബൈ ദ ആർമേച്ചർ, അതിന് ആർമേച്ചർ ഔട്ട്പുട്ട് എന്ന് പറയും. ആദ്യത്തിന് ആർമേച്ചർ ഇൻപുട്ട് എന്ന് പറയാം. V ഇൻറ്റു IA ഇസ് ആർമേച്ചർ ഇൻപുട്ട് ആൻഡ് EB ഇൻറ്റു IA ഇസ് ആർമേച്ചർ ഔട്ട്പുട്ട്. ഇനി കൂടാതെ I സ്ക്വയർ RA ടേം ഇല്ല, IA സ്ക്വയർ RA ടേം, അതെന്ന് പറയുന്നത് ആർമേച്ചർ കോപ്പർ ലോസ് ആയിട്ട് വേസ്റ്റ് ആവുന്ന പവർ, ഇലക്ട്രിക് പവർ വേസ്റ്റഡ് ഇൻ ആർമേച്ചർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കാം. ഒന്ന് പവർ ഇൻപുട്ട് ഉണ്ട്, അതാണ് V ഇൻറ്റു IA. അതെന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ചേർന്നതാണ്, പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആർമേച്ചർ ഔട്ട്പുട്ട് പ്ലസ് ആർമേച്ചർ കോപ്പർ ലോസ് ചേർന്നതാണ്. ഇതിനെ എങ്ങനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം? നമ്മൾ പണ്ട് മാക്സിമൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഫോർമുല എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മാക്സിമം കണ്ടീഷനിലെത്തുന്നത് അല്ലേ. ഇവിടുത്തെ ഫോർമുല എന്താണ്, VIA മൈനസ് IA സ്ക്വയർ RA അല്ലേ. VIA മൈനസ് IA സ്ക്വയർ RA എന്ന് പറയുന്നതാണ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇല്ലെങ്കിൽ ആർമേച്ചർ ഔട്ട്പുട്ട്, EB ഇൻറ്റു IA. അപ്പോൾ PM എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു, EB ഇൻറ്റു IAനെ PM എന്ന് മാർക്ക് ചെയ്യുന്നു. സോ PM ഇസ് ഈക്വൽ ടു VIA മൈനസ് IA സ്ക്വയർ RA. ഇതിൽ വിയും RA എന്ന് പറയുന്ന ഫിക്സഡ് വാല്യൂസ് ആണ്. വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മാറ്റുന്നില്ല, ആർമേച്ചർ റെസിസ്റ്റൻസും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതും മാറുന്നില്ല. പിന്നെ എന്തൊക്കെ മാറാൻ പറ്റും, ആർമേച്ചർ കറണ്ട് മാറാൻ പറ്റും,
പവർ ഡെവലപ്ഡ് ബൈ ദ മോട്ടോർ അതനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ടാകും. സോ ഡി ഞാൻ ഈ ഫോമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡി ബൈ ഡി ഐ എ ഫോർ പി എം ഇസ് ഈക്വൽ ടു വി മൈനസ് 2 സ്ക്വയർ ആർ എ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ആയി അതിനെ 0 ഇക്വേറ്റ് ചെയ്തു. സോ ആർ എ ഇസ് ഈക്വൽ ടു വി ബൈ 2 ഓർ ഇ ബി ഇസ് ഈക്വൽ ടു വി ബൈ 2. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ബൈ ദ മോട്ടോർ വിൽ ബി മാക്സിമം വെൻ ബാക്ക് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ദ ഹാഫ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. എപ്പോഴാണോ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പകുതി, അതായത് അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് വി, അതിൻ്റെ പകുതി എന്നാണ് വി ബൈ 2 ഈസ് ഈക്വൽ ടു ഇ ബി ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വോൾട്ടേജ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ക്ലിയറായിട്ട് നോക്കുക. നോട്ടിൽ ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. ടെക്സ്റ്റ് വേറെ ആവശ്യമുണ്ടെങ്കിൽ ലോക്കൽ പബ്ലിഷറിൻ്റെ 1-2 ബുക്കുകൾ ഞാൻ അയച്ചവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അവർ ഓൺലൈനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൺലൈനായിട്ട് പെൻറ്റഗൺ പബ്ലിഷേഴ്സിൻ്റെ ആണ് TK മില്ലർ ടീച്ചർ എഴുതുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരെയധികം തെറ്റുകൾ, ഞാൻ എപ്പോഴും ടെക്സ്റ്റ് പ്രിഫർ ചെയ്യുമ്പോൾ അതാണ് നോക്കുന്നത്. സിലബസ് കവർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്, തെറ്റുകൾ കുറഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ തെറ്റുകൾ കുറഞ്ഞൊരു ടെക്സ്റ്റാണ്. പിന്നെ അതല്ല, നിങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബുക്ക് DC ജനറേറ്റേഴ്സൊക്കെ വരുന്നത് നമ്മുടെ BL തരാജ, AK തരാജയുടെ ബുക്കാണ്. JB ഗുപ്ത എന്ന് പറയുന്ന ഓഥറിൻ്റെ ബുക്കുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് റീഡിങ്ങിന് യൂസ് ചെയ്യുക. ഇപ്പോൾ തരുന്ന നോട്ടിൽ നമ്മൾ ഫുൾ പോർഷനും കവർ ചെയ്യുന്ന നോട്ടുകളാണ് തരുന്നത്. പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തരത്തിലുള്ള ടെക്സ്റ്റിൽ നിന്ന് എടുത്താണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലംസേ ചോദിക്കുകയുള്ളൂ എന്ന് ഇത്ര ഉറപ്പ് പറയുന്നത്. നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് KTUവിൻ്റെ എല്ലാ എക്സാംസിനും ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളാണെങ്കിൽ നമുക്ക് DC ജനറേറ്ററിൻ്റെ നമ്മൾ അസൈൻമെൻറ്റ് തന്നില്ലേ, വർക്കൗട്ട് പ്രോബ്ലംസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ EMF ഇക്വേഷൻ്റെ നമ്മൾ OCC വെച്ചുള്ള പ്രോബ്ലം ചോദിക്കും എന്നൊക്കെ ഉറപ്പ് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതിയാവും. അത് ഷുവറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ താങ്ക് യു.